അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. പുണ്യങ്ങളേറെ ചെയ്യാൻ അവസരങ്ങൾ ലഭിച്ച, പുണ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാനിൽ നമ്മൾ പല നിലക്കുള്ള നന്മകളിലേക്ക് മുന്നേറാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. രാത്രി നിസ്കാരം പോലെ, വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യാവസാനം വരെയുള്ള ഓതി തീർക്കൽ, അതുപോലെ സ്വതക്കകൾ, മറ്റു നന്മകൾ, എല്ലാ നിലക്കും നന്മകളിൽ മുന്നേറാൻ നമ്മുടെ പലതും മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ തിരക്കുകൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ഈ റമദാനിൽ പുണ്യങ്ങൾ നേടാൻ പരിശ്രമിച്ചവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ റമദാൻ അവസാനിച്ചതോടുകൂടി ആ നന്മകൾ അവസാനിക്കാൻ പാടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കർമ്മങ്ങൾ അദ്വമുഹ വ ഇൻ ഖല്ല, കുറച്ചാണെങ്കിലും തുടർത്തിക്കൊണ്ടുപോകുന്ന നന്മകളാണോ അതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ നാം റമദാനിൽ വിശുദ്ധ ഖുർആൻ ദിനേന ഓതി തുടങ്ങിയിട്ടുണ്ട്. രാത്രി നിസ്കാരം നിർവഹിക്കുവാൻ നാം പരിശ്രമിച്ചിട്ടുണ്ട്. സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. നോമ്പിൻ്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. ഇങ്ങനെ ഒരുപാട് നന്മകൾ ആ ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിൽ അതെല്ലാം കുറച്ചെങ്കിലും തുടർത്തിക്കൊണ്ടുപോകാൻ ഇനിയുള്ള മാസങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം, റമദാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, നോമ്പിൻ്റെ ലക്ഷ്യം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ തഖ്വ നേടിയെടുത്ത നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആ തഖ്വയിലൂടെ സഞ്ചരിക്കാൻ, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീയെക്കുറിച്ച് ഉപമിക്കുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. വലാ തകൂനു കല്ലത്തി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, വലിയ ബലവത്തായ ഒരു ശക്തമായ കയറുണ്ടാക്കിയതിനു ശേഷം അതിനെ പിരിച്ചു കളയുന്ന പെണ്ണിനെപ്പോലെ നിങ്ങളാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, റമദാനിൽ നാം നേടിയെടുത്ത ചൈതന്യത്തെ നിലനിർത്തുവാനും ആ ചൈതന്യത്തിന് യാതൊരു നിലക്കുമുള്ള കോട്ടങ്ങൾ സംഭവിക്കാത്ത രൂപത്തിൽ നമ്മുടെ വിശ്വാസമേഖലയിൽ, കർമ്മമേഖലയിൽ, രഹസ്യ പരസ്യ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തഖ്വ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, നാം ചെയ്ത നന്മകൾ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് കഅബ പണിതിട്ട് ഏറ്റവും നന്മ നിറഞ്ഞ കാര്യമാണ് അള്ളാഹുവിനു വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുക എന്നത്. സ്വർഗത്തിലൊരു വീട് ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ട നന്മയാണ് അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കുക എന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ പുതുക്കിപ്പണിതതിനു ശേഷം പ്രാർത്ഥിക്കുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന്. അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കർമ്മം ചെയ്തിട്ടും അള്ളാഹുവിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ പ്രവാചകന്മാരുടെ മാതൃകയായി ഉണ്ട് എങ്കിൽ, നാം ചെയ്ത സകല കർമ്മങ്ങളും റബ്ബെ നീ സ്വീകരിക്കണേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. സ്വഹാബത്ത് റമദാൻ കഴിഞ്ഞാൽ 6 മാസക്കാലം റബ്ബെ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനകൾ നിർവഹിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിത്യവും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ടതാണ്, റബ്ബെ നാം റമദാനിൽ ചെയ്ത നന്മകൾ നീ സ്വീകരിക്കണമേ. രാത്രി നിസ്കാരവും നോമ്പും സ്വതക്കകളും ഖുർആനിൻ്റെ പാരായണവുമെല്ലാം റബ്ബെ നീ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉയരേണ്ടതുണ്ട്. അതോടൊപ്പം നാലാമത്തൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വാമ റമദാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ കാന കസിയാമിദ്ദഹർ. ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലമാണ് റമദാൻ പൂർണ്ണമായി നോമ്പെടുത്തതിന് ശേഷം ശവ്വാലിലെ 6 ദിവസങ്ങൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ഈയൊരു പുണ്യം കൂടി കരസ്ഥമാക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ
സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.